സോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തക്കുറു. ഇന്ന് നമ്മൾ ബ്ലോക്ക് ഫുഡിൽ പോയ നല്ല ഗ്രൈൻഡ് നമുക്ക് ചലഞ്ച് കിട്ടിയാണ്. ഒരു ചലഞ്ച് എന്താ വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്താണ് രണ്ടെണ്ണം തോന്നുന്നു എന്തായാലും ബുധനാഴ്ച രാത്രിക്കുള്ളിൽ ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയായി ബുധനാഴ്ച രാത്രിക്കുള്ളിൽ ഇന്നലെ എന്താണ് ബുധനാഴ്ച രാത്രിക്കുള്ളിൽ നമ്മൾ എന്താ പറയുക C2-3 എത്തിക്കഴിഞ്ഞാൽ ഗ്യാസ് തരും. അതിന് വ്യാഴാഴ്ച രാത്രിക്കുള്ളിലാണെങ്കിൽ ബുദ്ധ തരും. പിന്നെ എന്താ പറയുക വേറെ തന്നെ ഒരു 50 റെഡിയും കൂടി തരാറുണ്ട് ബുധനാഴ്ച രാത്രിക്കുള്ളിലായാലും. അപ്പോൾ ആവും എനിക്ക് തോന്നിയില്ല, ഞാൻ അത്ര കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അപ്പം ഏകദേശം 1225 രാവിലെ അയക്കണം. ഇനി നമുക്ക് ഈ ഷിപ്പൊക്കെ പോകണ്ടി. ഈ ഷിപ്പിൽ ബുദ്ധ വേഗം ചുരുക്കാൻ നല്ല പറഞ്ഞേക്കണം. ഞാൻ നോക്കട്ടെ കേട്ടോ, ബുദ്ധ വേഗം പറ്റുന്നുണ്ടല്ലോ, ഞാൻ നോക്കട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ ഷിപ്പിനുള്ളിൽ കയറ്റിട്ടുണ്ട്. ഷിപ്പിനുള്ളിൽ കയറി ബുദ്ധ യൂസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞു. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ഇവിടെ ഇരിച്ചായല്ലോ, രാത്രി ആയല്ലോ, ഇരിച്ചായില്ല. ഇതാ ഇവിടെ ഉണ്ടോ, ഇവിടെ വാതിലാണ്ട്. ഈ വാതിലാണ് പ്രശ്നം. ക്രൂയിസ് റെയിൽവേ റൈഡ് ബോസ് എന്താ വന്ന് ഞാൻ ഇവിടെ ബോസ് ഉണ്ടെങ്ങനെ ഞാൻ അടിച്ചിട്ട് ഒന്നിച്ച് കൊല്ലുവാനാ. ഇജങ്ങാനിപ്പ കൊന്ന സ്വഭാവം മാറും. വരുന്നേ ബോസ് എവിടെ? അടിച്ചോ എന്റെ ബുദ്ധ വന്നില്ല. എന്റെ ബുദ്ധ വന്നില്ലേ, രക്ഷപ്പെട്ടു. ഐസ് കൊന്നിട്ട് നൈറ്റ് എഡിറ്റ് കിട്ടി 33,000 ബൗണ്ട് കിട്ടി. എന്തൊക്കെ കിട്ടി? ലെവല് കൂടി. ഈ കുറച്ച് XP കിട്ടി. ഇപ്പൊ എന്താ പറയാ, നമ്മള് ഒരു 1.5 മണിക്കൂർ കുത്തർന്ന് ഗ്രൈൻഡാക്കി ഏകദേശം 3225 ലെവലുണ്ട്. ഇന്ന് രാത്രി ഈ വീഡിയോയിൽ തന്നെ നമ്മൾ 500 ലെവലാക്കി. നമ്മള് ഗ്യാസ് ഫൂട്ട് നിന്നത് 5 ലെവല്. ഗ്യാസ് ഫൂട്ട് വാങ്ങിയിട്ട് ഇവിടെ പോകത്തുള്ളൂ. അതിനെ തുനിഞ്ഞിറങ്ങിക്കണേ. അപ്പോൾ ഇനി ഈ C1 C2 കുറേ സംഭവങ്ങൾ നമുക്ക് അപ്ഗ്രേഡ് ആക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ C3 എത്തിയ ശേഷം C2 വന്നിട്ട് ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മളൊന്നും നോക്കില്ല. അപ്പോൾ ജസ്റ്റ് ഗ്രൈൻഡിങ് ആണ്, കാരണം ഒരു ചലഞ്ചാണ്, അതുകൊണ്ടാണ്. അപ്പോൾ എന്താ പറയുക, ഞാൻ ഇനിയൊന്നും ഗ്രൈൻഡ് ആക്കട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഷിപ്പിൽ ഇപ്പോൾ 2 ക്വസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റിൽ നമ്മളിത് ഷിപ്പ് ഡിക്ക് ഹാൻഡും ഷിപ്പ് എഞ്ചിനീയറും അത് ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ആക്കി. അതിൽ ഞാൻ ഈ എഞ്ചിനീയർമാരെ കൊന്നില്ല, കാരണം എഞ്ചിനീയർ ഇതിൻ്റെ അടിയിലാണ്. അപ്പോൾ അത് ടൈം നല്ലോണം പോകും. അപ്പം നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ ഇവരെന്നെ കൊന്ന് ലെവലപ്പ് ആക്കി. പിന്നെ ഇപ്പം നമുക്ക് ഇതാ ഈ രണ്ടാമത്തെ ക്വസ്റ്റിൽ രണ്ടാമത്തെ അടക്കിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ് ഇതാ ഇതിലും ഷിപ്പ് സ്റ്റീറ്റ്വാർഡും ഷിപ്പ് ഓഫീസറാണ്. ഷിപ്പ് ഓഫീസർ പറഞ്ഞാൽ മേലാണ്. അപ്പോൾ എന്താ ഓരോ കൊല്ലാൻ പോകുന്നത് വെച്ചാൽ ഒന്ന് ഡിസ്റ്റൻസ് ആണ്, പിന്നെ ഡിഫറൻസ് എന്താ വെച്ചാൽ ആകെ 2 മില്യൻ്റെ XP വ്യത്യാസം. അത് 39 മില്യൺ കിട്ടും XP, ഇവിടെ 30 കിട്ടും. 1.5 മില്യൺ XP വ്യത്യാസമുള്ളൂ. അപ്പോൾ വെറുതെ ഞങ്ങൾ സമയം കളയാൻ വെച്ചാൽ നമ്മൾ ഒന്നാമത് നല്ല പെട്ടെന്ന് ഗ്രൈൻഡ് ആക്കി വന്നിട്ട്, അതുകൊണ്ടാണ്. മനസ്സിലായോ? അപ്പോൾ അവന്മാരെ കൊല്ലാൻ പോയിട്ടില്ല. ഇതിനുള്ളിലാണ് ഫസ്റ്റത്തെ ആൾക്കാരിൽ എന്താണ് ഷിപ്പ് സിറ്റ്വാർഡ്സ് അങ്ങനത്തെ. അപ്പം ഇവന്മാരെ എങ്ങനെ കൊല്ലട്ടെ, അവന്മാരെ കൊന്നിട്ട് എന്താ പറയുക ഒരു ബാക്കി അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇതിപ്പോൾ നമ്മൾ എന്താ പറയുക 350 ലെവലായ നമുക്ക് അടുത്ത സ്ഥലത്ത് പോകുന്നത്. അടുത്ത സ്ഥലത്തൊക്കെ പോകാൻ പറ്റും. പക്ഷേ നമ്മളെന്താ പറയുക, നമ്മൾ പോരടിച്ചില്ല. അപ്പോൾ പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ കുറേ സമയമാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് വന്ന് എന്താ പറയുക, നമ്മൾ ഇവിടെ തന്നെ കളിച്ച് 75 ആക്കി. ഇനി നമ്മൾ അടുത്ത ഇതിക്ക് പോകാൻ കേട്ടോ. അടുത്ത ഐലൻഡ് പേരെന്ന് നോക്കാം കേട്ടോ. അടുത്ത ഐലൻഡ് ഐസ്കാസ്റ്റിൽ എന്ന സ്ഥലമാണ്. ഒരു 1300 അപ്പുറം. ഇവിടെ ഇനി എന്തൊക്കെ ഇവിടെ ക്വസ്റ്റ്യൻ ഉള്ളൂ തോന്നിട്ട് നോക്കട്ടെ. ആരൊക്കെ ഉണ്ട് ഇവിടെ? ബോസ് ഉണ്ട്, ഐസ് അഡ്മിറലാണ്. അത് C1 ഉണ്ടായിരുന്നു ഐസ് അഡ്മിറൽ. ഇവരെ സംസാരിച്ചാൽ മിക്കവാറും C3 പോയിട്ടുണ്ടാവും. വേണം സംസാരിച്ചിട്ട് അയക്കാരം തോന്നുന്നു. ഇവിടെ ആർട്ടിക് വാരിയർ, സ്നോ ലെക്കർ, പിന്നെ ഐസ് മേര. അപ്പോൾ തോന്നുന്നു ഇത് ഫുള്ള് കൊല്ലുണ്ടാവുക അടുത്തത്. അങ്ങനെ തോന്നുന്നു കേട്ടോ. പേരെന്താ? പേര് ആർട്ടിക്.
ആർട്ടിക് വാരിയർ നമ്മളിതാ അടുപ്പിച്ചാണ് സുഖമായിട്ട് കൊല്ല. ഇവിടെയും ഗോളടിക്കാം, സുഖമായിട്ട് ലെവലപ്പ് ചെയ്യാം. പിന്നെ ഉള്ളപോലെ എവിടെ നോക്കട്ടെ. ഇവിടെ ഇതാ സെറ്റ് നോക്കേണ്ട വേണ്ട. ഇവന്മാരും അടുത്തൊക്കെ തന്നെയാണ് കേട്ടോ. പണി ഇവന്മാരടുത്തൊന്നും തീരാം തീരാം ലെവൽ കഴിഞ്ഞാൽ തീരാം. ഇവന്മാരുടെ അടുത്ത് തന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം നല്ല ലെവലപ്പ് ആക്കട്ടെ. ഇവന്മാർ രണ്ടും അടുത്താണ്. ഇതിന് മേലെ ബൂസ് അല്ലേ, അതെന്തെങ്കിലുമൊക്കെ സീക്രട്ടായിട്ട് ഉണ്ടാവും. നമുക്ക് ലെവൽ 1500 ആക്കിയിട്ട് തപ്പാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊന്ന് ഗ്രൈൻഡ് ആക്കട്ടെ ഗൈസ്. ഡേ നമുക്ക് ഏകദേശം ലെവൽ 490. ഇവനെ കൊന്ന ആയി ആയിടാ. Let's go guys. Congratulations, reaching level 1500. Ready to go next world. Save and talk to NPC jailed in Colosseum. ആ സ്ഥലത്ത് കണ്ട അയാൾ പറഞ്ഞില്ലല്ലോടെ 700 വരാൻ പറഞ്ഞല്ലോ. അങ്ങോട്ട് പോകണം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ പറഞ്ഞ സംഭവമുണ്ട്. C3 എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലെവല് ഇവിടെ ലെവല് മാക്സ് ആക്കും. നമ്മൾ ലെവൽ മാക്സ് ആക്കും നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ലെവൽ മാക്സ് ആക്കാതെ 456 ഉണ്ട്. വെറും 400 മതി. നമുക്ക് കൊടുക്കാൻ പോലെ 100 വെച്ച് കൊടുക്കാം. ഇല്ല ഇന്നൊന്നും ആവില്ല. 400 കൊടുത്താൽ 500 600 700 800. ലെറ്റ്സ് ഗോ ഗൈസ്. മാക്സ് ആക്കിയിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ഒന്ന് മാക്സ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഡിഫൻസ് കൊടുക്കാം 100 80 ഡിഫൻസ് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് അടിച്ചോട്ടെ. എത്ര എച്ച് കിട്ടും നോക്കട്ടെ. എത്ര എച്ച് 222 എത്തി ഗൈസ്. ലെറ്റ്സ് ഗോ ബോയ്. അപ്പോൾ അങ്ങനെ നമ്മളെ ഏകദേശം ഈ രാജ്യത്തു നിന്നാണ് നമ്മൾ ഏകദേശം പുതിയ ഫ്രൂട്ട് വാങ്ങി, എന്താ പറയുക, ഇത് വാങ്ങിയത്. ഈ ഡാർക്ക് പഞ്ചാണ് വാങ്ങിയത്. അല്ല ഡ്രാഗൺ ബ്രീത്ത് വാങ്ങിയത്. അതിപ്പോൾ 268 ഇനി ആക്കാൻ തന്നെ പാട്. പക്ഷേ ഇനി 38 ലെവലുള്ളൂ. അത് ഈസി ആയിട്ട് ആക്കാം. 32 ലെവലായിട്ടുള്ളൂ. അത് ഈസി ആയിട്ട് ആക്കാം. അപ്പോൾ നമുക്ക് ഇനി കഫേക്ക് പോകണം. ഗൈസ് ഇത് നമുക്ക് എന്താ പറയുക, ഞാൻ വെറുതെ നോക്കിയതാണ്. ഇവിടെ വാട്ടർ കീ ഉണ്ട്. വാട്ടർ കീ പറഞ്ഞാൽ ഇവൻ കൊടുന്നേ പറഞ്ഞു. വാട്ടർ കീ കുറച്ച് മുന്നേ അത് വെറുതെ കിട്ടി. എങ്ങനെ കിട്ടി എനിക്ക് ഓർമ്മയില്ല. എനിക്ക് കിങ്ങിനെ കൊന്നപ്പോൾ കിട്ടിയ കിങ്ങിനെ ഒന്ന് കൊന്ന അപ്പോൾ കിട്ടിയത് കൊന്നിട്ട്. അപ്പോൾ നമുക്ക് ടോക്ക് ചെയ്യാം. ടോക്ക് ചെയ്താണ്ട് പുതിയ ലൈക്ക് ഷാർക്ക് മാൻ കരാട്ടെ സ്റ്റൈല് 2000 സാധനം ഇല്ല. 5000 പാക്ക്മെൻറ്റ് വേണം. 2 മില്യൺ ക്യാഷ്. മില്ലുണ്ട് പക്ഷേ പാക്ക്മെൻറ്റ് ഇല്ല. എവിടെ ഞാൻ എത്തി. ബാക്കി മൈക്ക് ഓഫ് ആക്കിക്കേ. ലെറ്റ്സ് ഗോ ഗൈസ്. ഇനിമ ഇനിയില്ല കേട്ടോ. സൗണ്ട് ക്ലിയർ അല്ലേ? നിന്റെ സൗണ്ട് ക്ലിയർ അല്ല. ഹലോ 1 2 ഗൈസ് കിട്ടി. താങ്ക് യു ബ്രോ. താങ്ക് യു ഡബ്ല്യു ട്രേഡ്. താങ്ക് യു. അത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ ഹാപ്പി ആയി ഗൈസ്. നമുക്ക് കിട്ടിയ സാധനം കണ്ട ബ്രോ മുട്ട. ഇനി എന്താ ഇനി പോയില്ലേ? ഇങ്ങോട്ട് പോയില്ലേ? ഗ്യാസ് കാണിച്ചതാണ്. ഗ്യാസ് കണ്ടോ? ഗ്യാസ് ഉണ്ടോ? ബ്രോ ഡബ്ല്യു ട്രേഡ്. താങ്ക് യു. ഒന്നില്ല. ഇല്ല. ഫസ്റ്റ് മാൻഷൻക്ക് വേണം. മാക്സിന് സൗണ്ട് ഒന്നും ക്ലിയർ അല്ല കേട്ടോ. ഇവിടെ കൊടുക്കണ്ടേ? ഇവന്റെ നാട്ടിനെ കൊല്ലും പറഞ്ഞേ ഓടിക്കോ പറഞ്ഞ അവിടുന്ന്. യു സ്ട്രീം സ്ട്രോങ്. യു ആർ ഹിയർ ജോയിൻ ടു അവർ ഓർഗനൈസേഷൻ. ഓക്കെ ഷുവർ. സ്ക്വയർ ബോക്സ് ഫുഡ് പ്രൂവ് യുവർ സെൽഫ് യു ആർ സ്പീക്കിംഗ് ടു സ്കോർ. ഓക്കെ ഈ ഡിസപ്പോയിന്റ് മീ. ഓക്കെ നമുക്ക് ഏതാ കൊടുക്കുക? അതൊന്നും കൊടുക്കാൻ ചാത്ത്. ഫുഡ് കൈ പിടിച്ചിട്ടുണ്ടല്ലേ? കൈ പിടിച്ച ഏതാ കൊടുക്കുക? സ്പെഷ്യൽ ഇതെടുക്കാൻ ചൊല്ലു. അതായതൊക്കെ ഇനി
ഇനി കൈ പിടിക്കാം അല്ലേ? കൊയ്ക്ക് പിടിക്കാം. കൊയ്ക്ക് എക്വിപ്പാക്കിയിട്ട് ടോക്ക് ചെയ്യാം. ടോക്ക് ഗീവ് ചെയ്തു. സ്പീക്ക് നമ്മ എവിടെ എനിക്ക് എച്ചിപ്പില്ല. ഞാൻ നീലാവട്ടെ. ആരൊക്കെ അടിച്ചവിടുന്ന്? അവിടെ ഇതാള് ഇതാണ് ഞനക്കുള്ള ആള്. ചത്തി ഇനി എന്തേണ്ടി? എനിക്കെന്ത് കിട്ടി ചോദിച്ചാൽ ഞാൻ നോക്കിയില്ല. അല്ല, എനിക്ക് ഇതിന്റെ കയ്യിലും കയറിയില്ല, ഇതിന്റെ ഐറ്റംസ് ഒന്നും കയറിയില്ല. അയാൾ പറഞ്ഞു അയാൾ 700 ആകുമ്പോൾ വരാൻ പറ്റില്ല. ഇനി ഇൻട്രാണി മതിയാണോ? എത്ര പോയി? ഓക്കെ, വൈ ആക്ട് ഐ ആം സെഡ് you can disappear rip in run for me. I need help to run. You can finish update 50. എവിടെ ഇൻട്രാ? എവിടെ? എമ്മക്കുള്ളൂ. ഇതെന്താ സംഭവം? ആനിമേഷനൊക്കെ ഉണ്ടല്ലോ. അറിയില്ല, എനിക്ക് ആനിമേഷനെ കൊല്ലം. ഒന്നുമായി എടുത്തരാം. പിന്നെ ആനിമേഷൻ ഉണ്ടോ? ഫൈറ്റ് ഒന്നും ഇല്ല. തൊപ്പിക്കാരനും പിന്നെന്താ മേഘക്കാരനും തൊപ്പിക്കാരനും. എന്താണെന്ന് എന്തായാലും തൊപ്പിക്കാരൻ ജയിച്ചു. പാക്കിപ്പാണ്ടിനെ തൂക്കിയെടുത്ത് കൊണ്ടുവന്ന കാഴ്ച നമ്മൾ കാണുന്നത്. അപ്പം മണ്ണിനടി പോയി. ടോക്ക് ടു ദ ക്യാപ്റ്റൻ ഗ്രീൻ സോണിലെ ക്യാപ്റ്റൻ സംസാരിക്കാൻ പറഞ്ഞു. കപ്പലുണ്ട്. ഇതിൻ്റെ അടിയില. ഇതാണ് ചങ്ങായി. അപ്പോൾ നമ്മളങ്ങനെ C3 പോവാണ്. വെറും 2 ദിവസം, മാക്സിമം 4 ദിവസം നമ്മൾ C2 നിന്നിട്ടുള്ളൂ. Can I write to would you like? Okay, I like. Guys, നമ്മൾ തെല്ലിപ്പോട്ടാണ്. Come on. C3. Let's go guys. C3 എത്തി. Let's go. Okay, ഏതാ സ്ഥലം? വലിയ സ്ഥലം. എടേ നോക്കണേ, ഇതിന്റെ വലിപ്പം നോക്ക്. ഒരു കൊട്ടാരം. അപ്പൊ ഇന്നത്തെ ഒരു വൈൻഡപ്പ് ചെയ്യാണ്. അച്ഛനെ തലവേദന എടുക്കുന്നുണ്ട്. ബാക്കി C3 കറങ്ങാൻ താല്പര്യമുള്ള സമയമൊന്നും ഇല്ല, തലവേദന എടുക്കുന്നൊന്നും വയ്യ. അപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമ്മൾ എന്താ പറയുക, C3 അല്ല കളിക്കുക, C2 ആണ് കളിക്കുക. C2 എന്താ പറയുക, നമുക്ക് കുറേ സംഭവം കംപ്ലീറ്റ് ആക്കാണ്ടല്ലോ. എന്താ പറയുക, കുറേ നമ്മളെ കുനുഫു, പിന്നെ ഷാർക്ക് കരാട്ട, നമ്മൾ കുറേ ലെവലപ്പ് ചെയ്യാൻ വാങ്ങാനൊക്കെ ഉണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് C3 കളിക്കുള്ളൂ. അതുപോലെ C2 തന്നെ കയറാം. പിന്നെ ഫ്രണ്ട് ആക്കാനും കൂടെ കളിക്കാൻ താല്പര്യമുള്ളതൊക്കെ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ യൂട്യൂബ് അക്കൗണ്ടിൻ്റെ ബയോയിൽ DC ലിങ്ക് ഉണ്ടായാലും കയറിക്കോ. നമുക്ക് ഒന്നിച്ച് കളിക്കാം. ഓക്കെ, ബൈ.